നമസ്കാരം. മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ തീപടർത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ്. ഇറാനിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത മിസൈൽ ആക്രമണം നടക്കുന്നു. തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ സുരക്ഷിതമാണെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇരു രാജ്യങ്ങളും സൈനിക ശേഷിയിൽ മുന്നോട്ടുമാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷി നിർണായകമാകും. ഈ ഘട്ടത്തിലാണ് അതിൻ്റെ ഒരു താരതമ്യം ആവശ്യമായി വരിക. ജനസംഖ്യ, രാഷ്ട്രത്തിന്റെ വലിപ്പം എന്നിവയിൽ ഇറാൻ ഇസ്രായേലിനേക്കാൾ മുൻപന്തിയിലാണ്. ഇറാനിൽ ഏകദേശം 88 ദശലക്ഷം ജനസംഖ്യ ഉള്ളപ്പോൾ ഇസ്രായേലിൽ ഇത് 9.7 ദശലക്ഷം ജനസംഖ്യ മാത്രമാണുള്ളത്. അതായത് ഇറാന്റെ ജനസംഖ്യ ഇസ്രായേലിൻ്റെതിനേക്കാൾ 9 മടങ്ങ് കൂടുതലാണ്. ഇനി ഭൂവിസ്തൃതിയുടെ കാര്യം പരിശോധിക്കാം. ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ 17ാമത്തെ രാഷ്ട്രമാണ് ഇസ്രായേൽ. ഏകദേശം 1.648 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇറാനിലുള്ളത്. എല്ലാ തർക്കപ്രദേശങ്ങളും ഉൾപ്പെടെ 22,145 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇസ്രായേൽ. അതായത് ഇസ്രായേലിന്റെ 75 മടങ്ങ് വലുതാണ് ഇറാൻ. പക്ഷെ കഥ മാറുന്നത് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാഷ്ട്രത്തിന്റെ ഇന്റലിജൻസ് എന്ന കഴിവിന് മുന്നിലാണ്. ബുദ്ധിയാണ് ആയുധമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് കാര്യം. വെസ്റ്റ് ഏഷ്യയിലെ ലാർജസ്റ്റ് ആർമിയാണ് ഇറാന്റെ. ഇറാനിൽ 5.8 ലക്ഷം മുതൽ 6 ലക്ഷം സജീവ സേനയും 3.5 ലക്ഷം റിസർവിസ്റ്റുകളും 2.2 ലക്ഷം അർദ്ധ സൈനിക സേനയും ഉള്ള വളരെ വലിയ എണ്ണത്തിൽ വളരെ വലിപ്പമുള്ള സൈനിക സാന്നിധ്യം ഇറാനിലുണ്ട്. ഇസ്രായേലിനുള്ള സൈനിക ശക്തി അതേസമയം 1.7 ലക്ഷം സജീവ ഉദ്യോഗസ്ഥരും 4.6 ലക്ഷം റിസർവുകളും 35,000 അർദ്ധ സൈനിക സേനയുമാണുള്ളത്. ഇവിടെ എണ്ണം പ്രധാനമാണെങ്കിലും ഇത്തരം ഘട്ടങ്ങളിൽ കണക്കുകൾ നോക്കുമ്പോൾ ഇറാന് മേധാവിത്വമൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. 2023 കണക്കനുസരിച്ച് ഇസ്രായേലിന്റെ GDP ഏകദേശം $534 ബില്യൺ ആണ്. ഹൈടെക് വ്യവസായം, സൈബർ സുരക്ഷ പോലുള്ള മേഖലകളിലെ നവീകരണം, ശക്തമായ സ്റ്റാർട്ടപ്പ് സംസ്കാരം എന്നിവ ശക്തമായ ലോകത്തെ കൂടുതൽ വികസിത സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ഇസ്രായേൽ. എന്നാൽ ഇത് ഇറാന്റെ കാർത്തിലേക്ക് വരുമ്പോൾ 413 ബില്യൺ മാത്രമാണ്. എണ്ണ, വാതക കയറ്റുമതി എന്നിവയെ ആശ്രയിച്ചാണ് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥിതി. ഗണ്യമായ ഉൽപാദന കാർഷിക മേഖല ഇറാൻ ഉണ്ടെങ്കിലും സാമ്പത്തിക ഉപരോധം, പണപ്പെരുപ്പും രാഷ്ട്രീയ വെല്ലുവിളികൾ എന്നിവ സമീപ വർഷങ്ങളിൽ ഇറാന്റെ വളർച്ചയെ പ്രതിരോധിക്കുന്നുണ്ട്. ഈ വ്യത്യാസം അവരുടെ മിലിറ്ററി ബജറ്റിൽ ചെയ്യുന്നുണ്ട്. ഇറാൻ $10 ബില്യൺ, ഇസ്രായേലിന് $24.4 ബില്യൺ ഉള്ളത്. 2.5% ഇരട്ടിയാണ് ഈ വിഷയത്തിൽ. ഈ ഗുണത്തിലേക്കാൾ ഉപരി അമേരിക്ക എന്ന വമ്പൻ ശക്തി ഇസ്രായേലിന് നൽകുന്ന ബാക്കപ്പാണ്. US ആനുവൽ മിലിറ്ററി അസിസ്റ്റൻസ് ഫോർ ഇസ്രായേൽ $3.8 ബില്യൺ ആണ്. അതായത് ഏറ്റവും അത്യാധുനികമായ മിലിറ്ററി സംവിധാനമാണ് ഇസ്രായേലിന് ഇതുവഴി ലഭിക്കുന്നത് എന്നർത്ഥം. ഇതിനൊക്കെ പുറമെ 5 അന്തർവാഹിനികൾ, 612-ലധികം വിമാനങ്ങൾ, ഇതിനൊക്കെ പുറമെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ്, ആരോ ഉൾപ്പെടെയുള്ള മികച്ച കൃത്യതയുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഇസ്രായേലിന്റെ കൈവശമായുണ്ട്. ഇറാനിയൻ പ്രധാന യുദ്ധ ടാങ്കാണ് സുൽഫിക്കർ. ഇതും കര MPTയും ഒക്കെ ഇറാൻ സ്വന്തമായി ഉണ്ടാക്കുന്നുണ്ട്. ഇവയൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് യഥാർത്ഥത്തിൽ. അമേരിക്കയുടെ സഹായമുള്ളതിനാൽ തന്നെ ഇസ്രായേലിന് അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ആയുധങ്ങളുണ്ട്. അതുപോലെ വ്യോമസേനയിൽ ഇറാനേക്കാൾ എണ്ണത്തിൽ കൂടുതൽ എയർക്രാഫ്റ്റുകൾ ഇസ്രായേലിനുണ്ട്. അത്യാധുനിക എയർക്രാഫ്റ്റുകളായ 66 F-15, 175 F-16, 27 F-35 സ്റ്റെൽത്ത് ഫൈറ്റേഴ്സുമുള്ള ഇസ്രായേലിന്റെ ആയുധങ്ങൾ ലോകത്തിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് കൂടിയവയാണ്. ഇറാന്റെ കയ്യിൽ 2000 കിലോമീറ്റർ യാത്ര ചെയ്യാനാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉള്ളവയിൽ മെച്ചപ്പെട്ടവ. ഇറാന്റെ കൈവശം മൊത്തം 550-ലധികം വിമാനങ്ങളും 200ഓളം വരുന്ന യുദ്ധവിമാനങ്ങളും 130ഓളം ഹെലികോപ്റ്ററുകളുമുണ്ട്. 3 അന്തർവാഹിനികൾ, 700-ലധികം റോക്കറ്റ് ലോഞ്ചറുകളും 2000-ലധികം പീരങ്കികളും ഒക്കെയുണ്ട്. ഇറാന്റെ സഖ്യമായ ഹിസ്ബുള്ളയാണ് ഇറാന്റെ മറ്റൊരു ശക്തി. എന്നാൽ ദ കിങ് ഓഫ് ദ ഗെയിം അത് ആണവായുധമാണ്. ഇത് ഇസ്രായേലിന്റെ കൈവശമാണുള്ളത്. നിലവിലത് ഇറാനും സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നു. പരസ്യമായി ഇസ്രായേൽ ആണവായുധ ശേഷി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേലിന്റെ തുറുപ്പുചീട്ട് ഇത് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ വണ്ണത്തിലും എണ്ണത്തിലും ഇറാൻ കൂടുതലാണെങ്കിലും ഇതൊന്നും ഇസ്രായേലിനെ പിടിച്ചു നിർത്താനാവുന്ന കാര്യമേ അല്ല. സൈനിക ശക്തി വെളിവാക്കുന്ന ഗ്ലോബൽ ഫയർ ഇൻഡെക്സിൽ ഇസ്രായേൽ 15ാം സ്ഥാനത്തും ഇറാൻ 16ാം സ്ഥാനത്തുമാണ്. ഇസ്രായേൽ എന്നൊരു കേവലം ഒരു രാഷ്ട്രമല്ല, വർഷങ്ങളുടെ ചെറുത്തുനിൽപ്പിൽ നിന്നും ഉയർന്നു വന്നൊരു ശക്തിയാണ്. ഇന്റലിജൻസ്, ടെക്നോളജി, ദ US ബാക്കപ്പ് എന്നിങ്ങനെ ഇസ്രായേലിന് ഈ ഒരു യോദ്ധാക്കൾ എന്ന രീതിയിൽ, ഒരു ആർമി എന്ന നിലയിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇസ്രായേലിന്. ഇറാനും നിലവിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ജൂണോടുകൂടി അതിന് സാധ്യമാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്.
എന്തായാലും ഇസ്രായേൽ ഒരു യുദ്ധം സന്നദ്ധമായാൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. രൂപീകരിക്കപ്പെട്ട 1948 ശേഷം ഇസ്രായേൽ യുദ്ധം ചെയ്യാത്ത, ചെറുത്തുനിൽപ്പ് നടത്താത്ത ഒരു ദിവസം പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും ഓരോ ദിവസവും ഏറ്റവും മികച്ച, ഏറ്റവും അത്യാധുനികമായ യുദ്ധ സജ്ജീകരണങ്ങളും നവീകരണങ്ങളും അവർ ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. ഏകദേശം വർഷങ്ങളായി നടത്തുന്ന യുദ്ധത്തിൻ്റെ ഭാഗമായി അവർക്ക് US നിന്ന് കിട്ടുന്ന മിലിറ്ററി സപ്പോർട്ട് കൂടി ചേരുമ്പോൾ ഇറാന് ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം.